നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയാണ്. റേ ഓപ്റ്റിക്സ്. ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ പഴയ ബ്രാഞ്ചുകളിൽ ഒന്നാണ്. ലൈറ്റിനെ പറ്റിയിട്ടാണ് ഓപ്റ്റിക്സിൽ നമ്മൾ പഠിക്കേണ്ടത്. ലൈറ്റിനെ പറ്റി പഠിക്കുന്ന ഫിസിക്സിൻ്റെ ശാഖയുടെ പേരാണ് ഓപ്റ്റിക്സ്. ഓപ്റ്റിക്സ് ഇവോൾവ് ചെയ്ത കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഓപ്റ്റിക്സിനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഏറ്റവും പഴയ കാലത്തുള്ള ഓപ്റ്റിക്സ് റേ ഓപ്റ്റിക്സ്, ഏറ്റവും പുതിയ കാലഘട്ടത്തിലുള്ള ഓപ്റ്റിക്സ് മോഡേൺ ഓപ്റ്റിക്സ്, അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഓപ്റ്റിക്സ് ആണ് വേവ് ഓപ്റ്റിക്സ്. ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ റേ ഓപ്റ്റിക്സിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. റേ ഓപ്റ്റിക്സ് പേരിൽ തന്നെയുണ്ട് എന്ത് ആയിട്ടാണ് ലൈറ്റിനെ പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം. ലൈറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണ്, അതൊരു വൈദ്യുത കാന്തിക തരംഗമാണെന്നൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയുള്ള അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രകാശം റേസ്, പ്രകാശകിരണങ്ങൾ ആയിട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് റേ ഓപ്റ്റിക്സിലെ മെയിൻ കൺസെപ്റ്റ്. എന്താണ് ഒരു റേ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രകാശകിരണം? പ്രകാശകിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്ട്രെയിറ്റ് ലൈൻ അലോങ് വിച്ച് ലൈറ്റ് ഈസ് ട്രാവലിംഗ്. പ്രകാശം സഞ്ചരിക്കുന്ന നേർരേഖയെ വിളിക്കുന്ന പേരാണ് ഒരു റേ എന്നത്. പ്രകാശകിരണങ്ങളുടെ ജോമെട്രിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഓപ്റ്റിക്സ് ആണ് റേ ഓപ്റ്റിക്സ്. എന്ന് വെച്ചാൽ റേ ഓപ്റ്റിക്സ് പ്രകാശം കാണിക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈനുകളുടെ ജോമെട്രിയാണ് ഉപയോഗിക്കുന്നത്. ഡെറിവേഷനുകളൊക്കെ സ്ട്രെയിറ്റ് ലൈനുകളുടെ ജോമെട്രിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് റേ ഓപ്റ്റിക്സിനെ ജോമെട്രിക് ഓപ്റ്റിക്സ് എന്നുകൂടി വിളിക്കാറുണ്ട്. റേ ഓപ്റ്റിക്സിന് ചില പ്രതിഭാസങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വന്നു. ആ പ്രതിഭാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലൈറ്റിനെ ഒരു തരംഗമായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പിന്നീട് കണ്ടുപിടിച്ചു. അങ്ങനെ ലൈറ്റ് തരംഗ സ്വഭാവമുള്ളതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്ത ഓപ്റ്റിക്സ് ആണ് രണ്ടാമത് എഴുതിയിരിക്കുന്ന വേവ് ഓപ്റ്റിക്സ്. ഈ രണ്ട് ഓപ്റ്റിക്സുകൾക്കും പരിമിതി ഉണ്ടായിരുന്നു. ലൈറ്റ് കാണിക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയില്ല. കുറേയൊക്കെ റേ ഓപ്റ്റിക്സിന് പറ്റി. റേ ഓപ്റ്റിക്സിന് പറ്റാത്ത കുറേ പ്രതിഭാസങ്ങൾ റേ ഓപ്റ്റിക്സ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത പ്രതിഭാസങ്ങളും അതോടൊപ്പം റേ ഓപ്റ്റിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്ന ചില പ്രതിഭാസങ്ങളും വേവ് ഓപ്റ്റിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും, ഈ രണ്ട് ഓപ്റ്റിക്സിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല പ്രതിഭാസങ്ങൾ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. അവയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് ലൈറ്റിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞതോടുകൂടിയാണ്. ലൈറ്റ് ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് എന്നുള്ള കണ്ടുപിടുത്തം നടത്തിയോടുകൂടി ലൈറ്റ് കാണിക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ലൈറ്റ് ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരു അംഗമാണ് ലൈറ്റ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്ത ഓപ്റ്റിക്സ് ആണ് മോഡേൺ ഓപ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ റേ ഓപ്റ്റിക്സ് അല്ലെങ്കിൽ ജോമെട്രിക് ഓപ്റ്റിക്സ് ആണ് പഠിച്ചു തുടങ്ങുന്നത്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചിത്രം വരച്ചു തുടങ്ങുമ്പോൾ നമ്മളൊക്കെ വരച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണ് രണ്ട് മലകൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ചിത്രം. അതിനകത്ത് സൂര്യനായിട്ട് നമ്മൾ മലകൾക്കിടയിൽ ഒരു സർക്കിളിൻ്റെ ഒരു പോർഷനാണ് വരയ്ക്കുക. എന്നിട്ട് അത് പ്രകാശിക്കുന്നു എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ സൂര്യനാണ് എന്ന് തോന്നിപ്പിക്കാൻ നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈനുകൾ വരയ്ക്കും. അറിഞ്ഞോ അറിയാതോ നമ്മൾ വരയ്ക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈനുകൾ യഥാർത്ഥത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന പാതകളാണ്. ഒരു ബൾബ് പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ ചിത്രം വരച്ച് കാണിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെയും ബൾബിന് ചുറ്റും നമ്മൾ സ്ട്രെയിറ്റ് ലൈനുകൾ വരയ്ക്കുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൾബ് പ്രകാശിക്കുന്നു എന്ന് കാണിക്കാനാണ്. എന്നാൽ പോലും യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൾബിൽ നിന്നും ഈ സ്ട്രെയിറ്റ് ലൈനിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നു. സൂര്യനിൽ നിന്നും ഈ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനുകളിലൂടെ പ്രകാശം ദൂരേക്ക് സഞ്ചരിക്കുന്നു. ഇത്തരം സ്ട്രെയിറ്റ് ലൈനുകളെയാണ്, ലൈറ്റ് സഞ്ചരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനുകളെയാണ് റേസ് ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. പ്രകാശകിരണങ്ങൾ അല്ലെങ്കിൽ റേസ് ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. തൊട്ട് മുമ്പേ നമ്മൾ മനസ്സിലാക്കി റേ ഓപ്റ്റിക്സ് ലൈറ്റ് കാണിക്കുന്ന പ്രതിഭാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ട്രെയിറ്റ് ലൈനുകളുടെ, റേസ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനുകളുടെ ജോമെട്രിയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ജോമെട്രിക് ഓപ്റ്റിക്സ് എന്നുള്ള പേര് കൂടി കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ തൊട്ട് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് പ്രകാശം കാണിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രതിഫലനം. നമുക്ക് എന്താണ് പ്രതിഫലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശം
മിനുസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്, റീബൗണ്ടിങ് ഓഫ് ലൈറ്റ്. ചെറിയ ക്ലാസ് നമ്മൾ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മിനുസമുള്ള പ്രതലത്തിൽ തട്ടി എന്നുള്ള വാക്കുകൂടി, മിനുസമുള്ള എന്നുള്ളൊരു ഒരു ടേം കൂടി ചേർത്തിട്ടുണ്ടാവാം ഈ സർഫസിന്. യഥാർത്ഥത്തിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന സർഫസിന്, റിഫ്ലക്റ്റിംഗ് സർഫസിന് മിനുസം വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വേണ്ടതില്ല എന്നാണ്. മിനുസമില്ലാത്ത സർഫസ് ആണെങ്കിലും പ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കാൻ പറ്റും. മിനുസമുള്ള സർഫസുകളാണെങ്കിൽ, പോളിഷ്ഡ് ആണെങ്കിൽ അത്തരം സർഫസുകൾക്ക് മിററുകളായിട്ട്, പോളിഷ്ഡ് മിററുകളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെയൊക്കെ പ്രതിബിംബം കാണുന്ന മിററുകളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പം മിററുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിട്ട് കാണണം. നമ്മൾ കാണുന്ന മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന മിററുകൾ പോളിഷ്ഡ് മിറേഴ്സ് ആണ്. എന്നാൽ പ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കുന്ന ഏതൊരു സർഫസിനെയും നമുക്കൊരു മിററായിട്ട് കണക്കാക്കാം. അതൊരു പോളിഷ്ഡ് മിററല്ല. ഉദാഹരണത്തിന് ഈ ബോർഡ് ഒരു മിററാണ്, അതൊരു പോളിഷ്ഡ് മിററല്ല. നമ്മുടെ വീട്ടിലെ ചുമര് ഒരു മിററാണ്. കാരണം അവയ്ക്കൊക്കെ ലൈറ്റിനെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഒരു പോളിഷ്ഡ് മിററാണ്. അവിടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇമേജിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, എന്താണ് പ്രതിഫലനം എന്നുള്ളതിന് കുറേം കൂടെ സയന്റിഫിക് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഡെപ്ത് കൂടിയ ഒരു ഡെഫിനേഷനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം റിഫ്ലക്ഷന് ശേഷം പഠിച്ചിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രതിഭാസമാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അപവർത്തനം എന്ന് മലയാളം മീഡിയംകാർ പറയുന്ന പ്രതിഭാസം. അതിലെന്താണ് സംഭവിക്കുന്നത്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും, ഇപ്പോൾ ഇവിടെ എയർ ആണെന്ന് വിചാരിക്കാം, ഇതൊരു ഗ്ലാസിന്റെ സ്ലാബാണെന്ന് വിചാരിക്കാം, അതേപോലത്തെ ഒരു ഗ്ലാസിന്റെ കട്ടയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളതിനെ 2 ഡയമെൻഷനായിട്ട് വരച്ചു കഴിഞ്ഞാൽ, ഈ ഗ്ലാസിന്റെ സ്ലാബിനെ 2 ഡയമെൻഷനായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ വശം മാത്രമേ കാണുള്ളൂ. അപ്പം ഗ്ലാസിന്റെ സ്ലാബാണ്. ഈ എയറിലൂടെ ഒരു റേ ഓഫ് ലൈറ്റ്, പ്രകാശം സഞ്ചരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് റേ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. AO ആണ് അങ്ങനെ സഞ്ചരിക്കുന്ന റേ ഓഫ് ലൈറ്റ് എന്ന് വിചാരിക്കാം. നമ്മൾ ഇങ്ങനത്തെ ഒരു റേ ഓഫ് ലൈറ്റിനെ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് എന്നുള്ള, പതിക്കുക എന്നാണ് ഇൻസിഡന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നാണ് അർത്ഥം. പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. അപ്പോൾ അത് എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഈ സർഫസിലൂടെ മുറിച്ച് കടക്കാൻ ശ്രമിക്കാം. അങ്ങനെ മുറിച്ച് കടക്കുന്ന സമയത്ത് അതിന്റെ പാതയ്ക്ക് ഒരു ഡീവിയേഷൻ വരുന്നുണ്ട് എന്ന് ചെറിയ ക്ലാസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മീഡിയത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മീഡിയത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഡീവിയേഷനാണ്, വ്യതിയാനത്തിനെയാണ്, മാറ്റം വരലിനെയാണ്, നമ്മൾ ഈ പ്രതിഭാസത്തിനെയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ അപവർത്തനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ ചേഞ്ച് ഇൻ പാത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ചേഞ്ച് ഇൻ പാത്തിനോടൊപ്പം തന്നെ, പാതയ്ക്ക് ചേഞ്ച് വന്നതോടൊപ്പം തന്നെ മീഡിയത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇതേപോലെ ഒന്ന് പരിശോധിച്ച് നോക്കാം. റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ മിററുകൾ വേണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നിലത്ത് ഒരു മേശയുടെ ഉപരിതലമാണെന്ന് വിചാരിക്കാം, ഒരു മേശയുടെ അപ്പർ സർഫസ് ആണെന്ന് വിചാരിക്കാം. ഇതിലേക്ക് ലൈറ്റ് ഇങ്ങനെ ചരിഞ്ഞ് പതിക്കുന്നു വിചാരിക്കാം. ഒരു സോഴ്സിൽ നിന്നും, ഉദാഹരണത്തിന് ഒരു ബൾബിൽ നിന്നും ലൈറ്റ് ഈ മേശയുടെ സർഫസിലേക്ക് ചരിഞ്ഞ് പതിക്കുന്നു എന്ന് വിചാരിക്കാം. മേശയുടെ സർഫസ് ഒരു കണ്ണാടിയാണ് അല്ലെങ്കിൽ ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ലൈറ്റ് പ്രതിഫലിച്ച് വേറെ ദിശയിൽ സഞ്ചരിക്കും. ഇതിൽ ഈ റേ ഓഫ് ലൈറ്റിനെ, AO എന്ന് പറയുന്ന റേ ഓഫ് ലൈറ്റിനെ ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. ഇങ്ങനെ പ്രതിഫലിച്ച് പോകുന്ന റേ ഓഫ് ലൈറ്റ് OB എന്നതിനെ റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. റിഫ്ലക്ഷന് ശേഷമുള്ള റേ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. റിഫ്രാക്ഷനെ പോലെ തന്നെ ഇവിടെ AO ഇൻസിഡന്റ് റേ, OB റിഫ്രാക്റ്റഡ് റേ, ഇവിടെ AO ഇൻസിഡന്റ് റേ, OB റിഫ്ലക്റ്റഡ് റേ. റിഫ്രാക്ഷനിലെ പോലെ തന്നെ റിഫ്ലക്ഷനിലും ചേഞ്ച് ഇൻ പാത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോയ വഴിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാതയിലൂടെയാണ് അത് റിഫ്ലക്ട് ചെയ്ത് സഞ്ചരിക്കുന്നത്. ഇവിടെയും ചേഞ്ച് ഇൻ പാത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വ്യത്യാസം, ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ചേഞ്ച് ഇൻ പാത്തിനോടൊപ്പം ചേഞ്ച് ഇൻ മീഡിയം കൂടിയുണ്ട്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവിടെ പതിക്കുന്ന റേ ഓഫ് ലൈറ്റ്, ഇൻസിഡന്റ് റേ സഞ്ചരിക്കുന്നതും എയറിലൂടെയാണ്, റിഫ്ലക്റ്റഡ് റേ സഞ്ചരിക്കുന്നതും അതേ എയർ മീഡിയത്തിലൂടെയാണ്. അപ്പം റിഫ്രാക്ഷൻ ആകട്ടെ റിഫ്ലക്ഷൻ ആകട്ടെ ചേഞ്ച് ഇൻ പാത്ത് ഓഫ് ലൈറ്റ് ആണ്. ബട്ട് ദർ ഇസ് എ ചേഞ്ച് ഇൻ മീഡിയം ഇൻ റിഫ്രാക്ഷൻ, ബട്ട് റിഫ്ലക്ഷൻ ഇൻവോൾവ്സ് നോ ചേഞ്ച് ഇൻ മീഡിയം. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിൽ റിഫ്ലക്ഷൻ നോക്കിക്കാണാണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ചേഞ്ച് ഇൻ പാത്ത് ഓഫ് ലൈറ്റ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ മീഡിയം.
മീഡിയത്തിൽ വ്യത്യാസമില്ലാതെ ലൈറ്റിന്റെ പാതയ്ക്ക് വ്യത്യാസം വരുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ മീഡിയത്തിൽ വ്യത്യാസം വന്നുകൊണ്ട് ലൈറ്റിന്റെ പാതയ്ക്ക് വ്യത്യാസം വരുന്നതിനെയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫിസിക്സിലെ ഒരു പ്രത്യേകത പ്രതിഭാസങ്ങളെയെല്ലാം നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഏത് പ്രതിഭാസം നടക്കുമ്പോഴും അതിനെ നിയന്ത്രിക്കുന്ന ഒന്നോ ഒന്നിലധികമോ നിയമങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ചലന നിയമങ്ങൾ, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചലന നിയമങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രതിഭാസവും പ്രപഞ്ചത്തിൽ സംഭവിക്കില്ല. അതേപോലെ ആക്സലറേറ്റഡ് മോഷനിലുള്ള ഒരു വസ്തുവിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന 3 ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. V = U + AT, V² = U² + 2S, S = UT + ½ AT² എന്നൊക്കെ പറഞ്ഞ് 3 ഇക്വേഷനുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തു ആക്സലറേറ്റഡ് മോഷനിലാണെങ്കിൽ ഈ 3 ഇക്വേഷനുകളെ വയലേറ്റ് ചെയ്തുകൊണ്ട് ആ വസ്തുവിന് ചലിക്കാൻ പറ്റില്ല. ഈ വർഷം തന്നെ നിങ്ങൾ കൂളൂംസ് ലോ പഠിച്ചിട്ടുണ്ട്. 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് കൂളൂംസ് ലോ പ്രകാരം മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് 2 ചാർജുകൾക്കിടയിൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഈ റിഫ്ലക്ഷനും ചില നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. തോന്നിയ മാതിരി നടത്താൻ പറ്റില്ല. റിഫ്ലക്ഷൻ ചില നിയമങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. അതാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തൊട്ട് മുമ്പത്തെ ഡിസ്കഷനിൽ നമ്മൾ ഉപയോഗിച്ച പ്ലെയിൻ സർഫസ്, മേശയുടെ സർഫസ്, അതൊരു മിററാണ്, ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ പ്ലെയിൻ സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യും. അപ്പോൾ നമ്മൾ 3 ഡയമെൻഷൻ ആയിട്ട് വരയ്ക്കുമ്പോൾ മേശയുടെ അപ്പർ സർഫസ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുക. 2 ഡയമെൻഷൻ ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ എഡ്ജ് മാത്രമാണ് വരയ്ക്കുക. അപ്പോൾ ഞാൻ ആ എഡ്ജാണ് വരയ്ക്കുന്നത്. ഇതാണ് ആ എഡ്ജ്, മേശയുടെ അപ്പർ സർഫസ് ആണിത്. അതൊരു മിററാണ്. മിററാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്സിനകത്ത് നമ്മൾ ഇങ്ങനെ ചരിച്ച് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ മിറർ എന്നാണ് അർത്ഥം. പ്ലെയിൻ മിററിന്റെ പോളിഷ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്ന സർഫസ് ആണ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നത്. അതിന്റെ പിൻവശം കോട്ടിംഗ് ഒക്കെ ഉള്ള വശം, നമ്മൾ കണ്ണാടിയുടെ പിൻവശം നോക്കിക്കഴിഞ്ഞാൽ ഒരു പെയിന്റ് ഒക്കെ ചെയ്തൊരു ഭാഗമുണ്ട്. അതിന്റെ ഉള്ളിൽ സിൽവറിന്റെ കോട്ടിംഗ് ഒക്കെയാണ്. ആ കോട്ടിംഗ് ഒക്കെയുള്ള വശമാണ് ഇങ്ങനെ സ്ലാഷ് ചെയ്ത് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ്, പ്ലെയിൻ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. പരന്ന പ്രതലമാണ്. ഈ പരന്ന പ്രതലത്തിലേക്ക് ലൈറ്റ് ചരിഞ്ഞു പതിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. AO ആണ് പതിക്കുന്ന ലൈറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ പതിക്കുന്ന ലൈറ്റിനെയാണ് ഇൻസിഡന്റ് റേ, പതിക്കുന്ന റേ ഓഫ് ലൈറ്റിനെയാണ് ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ പ്ലെയിൻ സർഫസിലേക്ക് ലൈറ്റ് ചരിഞ്ഞ് പതിക്കുകയാണ്. AO ആണ് പതിക്കുന്ന ലൈറ്റ്, റേ ഓഫ് ലൈറ്റ്. AO is the incident ray of light. ഇനി ഈ റിഫ്ലക്ഷന്റെ നിയമങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, അതിന്റെ സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടി നമുക്ക് ചില ആൾക്കാരെയൊക്കെ ആവശ്യമുണ്ട്. അതിലൊന്നാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനകോൺ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരയ്ക്കണമെങ്കിൽ ആദ്യം പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അറിയണം. ഇവിടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് O ആണ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസിലൂടെ കടന്നു പോകുന്ന ഒരു നോർമൽ വരയ്ക്കണം. ആർക്ക് നോർമൽ? നോർമൽ മീൻസ് പെർപെൻഡിക്കുലർ. ആർക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം? മിററിന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പം ഈ മേശയുടെ സർഫസിന് എന്ന് വെച്ചാൽ മിററിന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ആ പെർപെൻഡിക്കുലർ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലൂടെ കടന്നു പോകണം. സോ അതാണ് ഈ വരച്ചിരിക്കുന്നത്. നമ്മൾ ഡോട്ടഡ് ആയിട്ടാണ് അതിനെ വരയ്ക്കുന്നത്. സോ ദിസ് ഈസ് എ നോർമൽ ഡ്രോൺ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇവയ്ക്കിടയിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. ഇവയ്ക്കിടയിലുള്ള ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. അവയ്ക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുക്കരുത്. അവയ്ക്കിടയിലുള്ള ചെറിയ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ വലിയ ആംഗിളിന് എടുക്കരുത്, ചെറിയ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻസിഡന്റ് റേ ആയി, നോർമലായി, റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ മിററായി. ഇനി ഇത് റിഫ്ലക്ട് ചെയ്ത് മറ്റൊരു ദിശയിൽ, ഇത് എയറിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എയറിലേക്ക് തന്നെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റും സഞ്ചരിക്കാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മീഡിയത്തിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഇത് മറ്റൊരു ദിശയിൽ റിഫ്ലക്ട് ചെയ്ത് പോകും. എയറിലേക്ക് എന്ന് വെച്ചാൽ നോർമലിന്റെ മറ്റേ വശത്ത് കൂടിയാണ് റിഫ്ലക്ട് ചെയ്തോ, ഇപ്പുറത്തേക്ക് വരയ്ക്കാൻ പാടില്ല. നോർമലിന്റെ മറ്റേ വശത്ത് കൂടി അത് റിഫ്ലക്ട് ചെയ്ത് പോകും. ഇങ്ങനെ ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും. ഈ ഇതിനെയാണ് OB എന്ന് പറയുന്നത്. ഇതിനെയാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കുന്നത്. റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിൽ വരുന്ന ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ r എന്ന് വിളിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് i, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് r. ഈ ചിത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ലോ ഇതാണ്: ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്രതലത്തിൽ വരത്തക്ക രീതിയിലേ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ.
അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ബോർഡിന്റെ പ്രതലത്തിലാണ് ഇൻസിഡന്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും വരച്ചിരിക്കുന്നത്. ഒരാൾ പറയാണ് ഇത് ഈ കണ്ണാടി എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ ആയിട്ടാണല്ലോ. അപ്പം ഇതാണ് ആ കണ്ണാടിയെങ്കിൽ അതിപ്പോ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ സർഫസിൽ തട്ടിയിട്ട് ലൈറ്റ് ഇങ്ങനെ പതിച്ച് ഇവിടെ തട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ സംശയം തോന്നാം, ലൈറ്റ് ഇങ്ങനെ പതിച്ചത് ഈ ഡയറക്ഷനിൽ ഇവിടെ പതിച്ച ലൈറ്റ് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നൂടാ? അത് ഈ വരച്ചിരിക്കുന്ന നമുക്ക് ബോർഡിന്റെ സർഫസിനെ ടച്ച് ചെയ്തുകൊണ്ട് പതിച്ച റേ ഓഫ് ലൈറ്റ് ബോർഡിന്റെ സർഫസിലൂടെ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആയിട്ട് പോകുന്നത്. ബോർഡിന്റെ സർഫസിനെ ടച്ച് ചെയ്തുകൊണ്ട് പതിച്ച ലൈറ്റ് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നൂടാ എന്നൊരു സംശയം ഒരാൾക്ക് തോന്നാം. ആ സംശയത്തിന്റെ ഉത്തരമാണ് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ നടക്കില്ല, അങ്ങനെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്രതലത്തിലേ വരൂ. എന്ന് വെച്ചാൽ ഇവിടെ പതിച്ച ലൈറ്റ് ഒരിക്കലും ഇങ്ങനെ ഇങ്ങോട്ട് വരില്ല. അങ്ങനെ വന്നാൽ എന്താ പ്രശ്നം? അത് വേറൊരു പ്ലെയിനിലൂടെയാണ്. ലൈറ്റ് ഇങ്ങനെയാണ് പോകുന്നത് വിചാരിച്ചോളൂ, ഇങ്ങനെ ഇങ്ങോട്ടാണ് പോകുന്നത് വിചാരിച്ചോളൂ. അപ്പൊ അത് ഇങ്ങനെയാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ അത് ഇങ്ങനെ വെച്ചൊരു പ്രതലത്തിന്റെ മുകളിൽ കൂടിയാണ്, ഇങ്ങനെ വെച്ചൊരു പ്രതലത്തിന്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഇൻസിഡന്റ് റേ പക്ഷേ ബോർഡ് എന്ന് പറയുന്ന പ്രതലത്തിലൂടെയാണ് പതിക്കുന്നത്. അപ്പൊ ഈ 3 സ്ട്രെയിറ്റ് ലൈനുകളും ഒരേ പ്രതലത്തിലൂടെയേ ഉണ്ടാവാൻ പാടും. അപ്പൊ അതാണ് ഒന്നാമത്തെ ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ആ ലോ ഓഫ് റിഫ്ലക്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമ്മൾ റിഫ്ലക്റ്റഡ് ലൈറ്റിന് ഏതെങ്കിലും ദിശയിൽ പോകാൻ, തോന്നിയ ദിശയിൽ പോകാൻ പറ്റുമായിരുന്ന സ്വാതന്ത്ര്യത്തിനെയാണ് ഇല്ലാതാക്കിയത്. അങ്ങനെ പറ്റില്ല. ഈ പ്രതലത്തിൽ ഇങ്ങനെയാണ്, ഈ പ്രതലത്തിലൂടെയാണ് പതിക്കുന്നതെങ്കിൽ നോർമലും അതേ പ്രതലത്തിൽ തന്നെയാണെങ്കിൽ അതേ പ്രതലത്തിലൂടെ റിഫ്ലക്റ്റഡ് ലൈറ്റിന് സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ രണ്ടാമതൊരു പോസിബിലിറ്റി, ഇതിന് തോന്നിയ പോലെ സഞ്ചരിക്കാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ ഒഴിവാക്കി. പക്ഷെ ഇനിയും പോസിബിലിറ്റി ബാക്കി കിടക്കുന്നുണ്ട് തോന്നിയ പോലെ സഞ്ചരിക്കാനുള്ള. ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ് എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈ പ്രതലത്തിലൂടെ തന്നെ സഞ്ചരിക്കണം, ബോർഡിലൂടെ തന്നെ സഞ്ചരിക്കണം. ബോർഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ പോണതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെ പോയിക്കൂടെ. ഉദാഹരണത്തിന് 6, ഇപ്പൊ ഇതാണ് 6, ഇപ്പൊ വരച്ച പ്രകാരം ഇതാണ് 6. 6ന്റെ വാല്യൂ 40 ആയിട്ട് പോയിക്കൂടെ. വേറൊരാൾ പറയാം കുറച്ചും കൂടെ താഴത്തേക്ക് ചെരിഞ്ഞിട്ട് പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് 6ന്റെ വാല്യൂ 50 ആയിട്ട് പോയിക്കൂടെ. വേറൊരാൾക്ക് അഭിപ്രായമൊന്നുമില്ല, അയാൾക്ക് നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമാണ്. അയാൾ പറയുന്നത് 6 അത്രയൊന്നും വേണം, കുറച്ചും കൂടെ കുത്തനെ മുകളിലേക്ക് ആയിട്ട് പോയിക്കൂടെ, എന്തായിക്കൂടെ എന്ന് വെച്ചാൽ 6ന്റെ വാല്യൂ 10 ഡിഗ്രി ആയിട്ട് പോയിക്കൂടെ. ഈ പോസിബിലിറ്റി ഉള്ളിടത്തോളം കാലം റിഫ്ലക്റ്റഡ് ലൈറ്റ് ഏത് ദിശയിൽ സഞ്ചരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഏത് പ്രതലത്തിലൂടെ പോകാൻ പറ്റുമെന്നേ പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ നിയമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ, അതായത് ആദ്യത്തെ നിയമം മാത്രം അറിഞ്ഞാൽ റിഫ്ലക്റ്റഡ് ലൈറ്റിന്റെ പാത കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. രണ്ടാമതൊരു നിയമം കൂടെ വേണം. ഈ ആംഗിൾ, റിഫ്ലക്റ്റഡ് ലൈറ്റും നോർമലും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു നിയമം കൂടി വേണം. അതാണ് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഏത് റിഫ്ലക്ഷൻ നടക്കുമ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷന്റെയും വാല്യൂ. സോ ഇൻ എനി റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ 2 നിയമങ്ങളുണ്ട്. പിന്നെ ഇയാൾക്ക് തോന്നിയ ദിശയിലൊന്നും പോകാൻ പറ്റില്ല. അയാളുടെ സഞ്ചാരം ഒരു കൃത്യ ദിശയിൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇതിന്റെ ദിശ എങ്ങോട്ട് വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ചലന നിയമങ്ങളൊക്കെ നമ്മളെ സഹായിച്ചിരുന്നത്. ചലനം ഏത് ദിശയിലാണ്, എത്ര വേഗതയിലാണ്, എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിച്ചിരുന്നവയാണ് ചലന നിയമങ്ങൾ. 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും, ഒരു പർട്ടിക്കുലർ മീഡിയം ആ ചാർജുകൾക്കിടയിൽ വന്നാൽ എന്ന് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിച്ചിരുന്ന ലോ ആണ് കൂളംസ് ലോ. അതേപോലെ ഒരു പ്രത്യേക ആംഗിളിൽ പതിക്കുന്ന റേ ഓഫ് ലൈറ്റ്, ഒരു പ്രത്യേക പോയിന്റിൽ പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് ഏത് ദിശയിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകുമെന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ ഈ 2 നിയമങ്ങൾ മതി. അതുകൊണ്ട് ഈ 2 നിയമങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഇൻസിഡന്റ് റേ, നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് റിഫ്ലക്റ്റഡ് റേ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. രണ്ടാമത്തെ ലോ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ is equal to angle of incidence. So these two form the laws of reflection. Now remember that these laws are formulated for reflections on plane surfaces.
പരന്ന പ്രതലത്തിലുള്ള റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിനി പ്ലെയിൻ മിറേഴ്സിൽ നിന്നും സ്ഫെറിക്കൽ മിറേഴ്സിലേക്ക് ഒന്ന് പോവുകയാണ്. എന്താണ് സ്ഫെറിക്കൽ മിറേഴ്സ്? സ്ഫിയർ പോലെയുള്ള മിററുകൾ എന്ന് പേര് കേട്ടാൽ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്നുകൂടി ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഒരു ബോൾ ഇമാജിൻ ചെയ്യാം. വെളുത്ത സർഫസ്, അതിന്റെ പുറത്തെ വശവും വെളുപ്പാണ്, ഉള്ളിലത്തെ വശവും വെളുപ്പാണെന്നൊക്കെ വിചാരിക്കും. വെളുപ്പ് എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെളുപ്പ് എല്ലാ തരം പ്രകാശത്തിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസാണ്. അപ്പോൾ അത് നന്നായി റിഫ്ലക്റ്റ് ചെയ്തോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് വെളുത്ത സർഫസുള്ള ബോൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ ഈ ബോളിനെ കൃത്യം 2 ഹാഫുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ കരുതി. ഒരു ഹാഫ് ഇപ്പുറത്ത്, മറ്റേ ഹാഫ് ഇപ്പുറത്ത്. അപ്പോൾ നമ്മൾ ഈ ഹാഫുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? അപ്പുറത്തെ ഹാഫിന് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഓപ്പണായി പോയിട്ടുണ്ട്. ഓപ്പണായ ഭാഗം നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇനി ഈ ഭാഗമാണ് വരയ്ക്കേണ്ടത്. ആ ഭാഗം ഇങ്ങനെ വരയ്ക്കുക. സിമിലർലി ഈ ലെഫ്റ്റ് സൈഡ് ഞാൻ ഇനി വരയ്ക്കുന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മതി. അപ്പോൾ ഈ വലത്തുവശം ഇവിടുന്ന് വേർപ്പെടുത്തിയ ഇങ്ങനെ കാണാം. ഒരു ഓപ്പണിങ്, ഒരു സർക്കുലർ ഷേപ്പുള്ള ഒരു തുറന്ന ഭാഗമുണ്ട്. അതിൻ്റെ ഉൾവശമൊക്കെ വെളുത്ത സർഫസ് ആണ്. അതേപോലെ അതിൻ്റെ പുറത്തെ ഈ സർഫസും, നമ്മളിവിടെ കാണുന്ന ഈ സർഫസും വെളുത്ത നിറത്തിലുള്ള സർഫസ് ആണ്. അപ്പോൾ ഇനി ഇത് തമ്മിൽ അടുപ്പിച്ചു കഴിഞ്ഞാൽ, ഈ പീസും ഈ പീസും തമ്മിൽ അടുപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതൊരു സ്ഫിയറായി മാറി. അപ്പോൾ ഇത് ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. നമ്മൾ ഇനി അതിലേക്ക് ലൈറ്റ് കടത്തിവിടാൻ നേരം ഞാൻ അതിനെ ഇപ്പുറത്ത് വരയ്ക്കാം. ലൈറ്റ് കടത്തിവിടാൻ ഭാഗത്തിന് ഇപ്പുറത്ത് വരയ്ക്കാം. ഈ ഹാഫാണ് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഹെമിസ്ഫിയറിന്റെ ഉൾവശമാണ് ഇവിടെ, ഇതിന്റെ പുറത്തെ വശം. ഈ ഉൾവശത്തേക്ക് നമ്മൾ ലൈറ്റ് കടത്തി വിട്ടുന്ന വിചാരിക്കും. അപ്പോൾ പ്രകാശം ഇവിടെ തട്ടും, ഇതിന്റെ ഉൾവശത്തെ സർഫസിൽ തട്ടും. എന്നിട്ട് പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുക, ഇങ്ങനെ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തത്. പ്രകാശം വരയ്ക്കുമ്പോൾ, റേസ് ഓഫ് ലൈറ്റ് വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത് സഞ്ചരിക്കുന്ന ഡയറക്ഷൻ ഇങ്ങനെ ആരോ ഇട്ടിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് സഞ്ചരിച്ചു, ഇങ്ങനെ പോയ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് സഞ്ചരിച്ചു. എന്ന് വെച്ചാൽ ഈ ഹെമിസ്ഫെറിക്കൽ ബോഡിയുടെ ഉൾവശത്തിന് മിററിനെ പോലെ ആക്ട് ചെയ്യാനുള്ള, മിററായിട്ട് ആക്ട് ചെയ്യാനുള്ള, മിററിനെ പോലെയല്ല, മിററായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ്. ഈ മിററിന്, നേരത്തെ നമ്മൾ വരച്ച പ്ലെയിൻ മിററിന് ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഈ ഹെമിസ്ഫെറിക്കൽ സ്ഫിയറിനെ ഒരു സ്ഫിയറായി മാറാൻ അനുവദിച്ചാൽ, എന്ന് വെച്ചാൽ ഈ 2 പീസുകളും കൂടെ കമ്പൈൻ ചെയ്ത് വീണ്ടും ഒരു സ്ഫിയർ ആക്കി കഴിഞ്ഞാൽ, വീണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ഫിയറായി മാറും. എന്ന് വെച്ചാൽ ദിസ് മിറർ ഫോംസ് പാർട്ട് ഓഫ് എ സ്ഫിയർ. ഈ മിറർ ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. വെച്ചാൽ അതിന് 3 ഡയമെൻഷണൽ ആയിട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതൊരു സ്ഫിയറായിട്ട് മാറും. അത്തരം മിററുകളെയാണ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. മിറേഴ്സ് വിച്ച് ഫോം പാർട്ട് ഓഫ് എ സ്ഫിയർ. മിറേഴ്സ് വിച്ച് ഫോം പാർട്ട് ഓഫ് എ സ്ഫിയറിനെയാണ് സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ പുറത്തെ സർഫസിൽ പോളിഷിംഗ് ഒന്നുമില്ല, കറുത്ത കളറാണെന്ന് വിചാരിക്കുക. ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാത്ത നിറമാണ് കറുപ്പ് നിറം. എന്നാൽ ഉള്ളിലെ സർഫസ് വെളുത്ത നിറമാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിലെ സർഫസിന് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെ നമ്മൾ സിമ്പൽ ഉപയോഗിച്ച്, പ്രതീകം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിമ്പൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ പ്ലെയിൻ മിററിനെ, കുത്തനെ വെച്ചിരിക്കുന്ന ഒരു പ്ലെയിൻ മിററിന് ഈ ഭാഗത്ത് ഇതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ് എങ്കിൽ നമ്മൾ കുത്തനെ വരച്ചിരിക്കുന്ന പ്ലെയിൻ മിററിനെ ഇങ്ങനെയാണ് വരയ്ക്കുക. എന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു സ്ഫെറിക്കൽ മിറർ, ഈ വരച്ചിരിക്കുന്ന സ്ഫെറിക്കൽ മിററിനെ നമ്മൾ ഇങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുക. ഇതിന്റെ ഉൾവശമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, പുറത്തെ ഭാഗം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പുറത്തെ ഭാഗത്ത് ഇങ്ങനെ, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഈ മിററിന്റെ, ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന സ്ഫെറിക്കൽ മിററിന്റെ പുറത്തെ വശം വെളുത്ത നിറമാണ്, ഉള്ളില് ഡാർക്ക് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇതിന്റെ ഉൾവശത്താണ്, ഈ വശത്താണ് ഫ്ലാഷുകൾ കൊടുക്കുക. എന്നുവെച്ചാൽ ഈ വശം റിഫ്ലക്റ്റിംഗ് ആണ്. ഇതും തിരിച്ചിട്ടാലോ? ഇതിപ്പം ഇവിടെ നിന്നിട്ട് ഒരാൾ അയാളുടെ പ്രതിബിംബം ഈ മിററിൽ നോക്കി കാണാണ്. അയാള് ഇവിടെ നിൽക്കുമ്പം അയാൾക്ക് ഇതേ മിററിൽ പ്രതിബിംബം കാണണമെങ്കിൽ മിറർ അയാൾ തിരിച്ചു വെക്കേണ്ടി വരും. അപ്പൊ അതെങ്ങനെ വെക്കുക?
ഇങ്ങനെ. ഇനി നിങ്ങൾ ഈ രണ്ട് മിററുകളുടെയും ഒരു കമ്പാരിസൺ നടത്തി നോക്കുക. ഈ മിററിൽ ആൾക്ക് അയാളുടെ പ്രതിബിംബം കാണണമെങ്കിൽ, അതിനുള്ള ശ്രമം അയാൾക്ക് നടത്തണമെങ്കിൽ അയാൾ റിഫ്ലക്ട് ചെയ്യുന്ന വശത്തിനെ അഭിമുഖീകരിച്ച് നിൽക്കണം, റിഫ്ലക്ട് ചെയ്യുന്ന വശത്തിനെ ഫേസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഇങ്ങനെയാണ് അയാൾ ഫേസ് ചെയ്ത് നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ നടുവശം അയാളിൽ നിന്നും നടുഭാഗം അയാളിൽ നിന്നും അകലേക്ക് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് അയാൾക്കുള്ളത്. എന്നാൽ ഈ മിററിലാണ് അയാൾ സ്വന്തം പ്രതിബിംബം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ ഇതിന്റെ റിഫ്ലക്റ്റീവ് സർഫസിനെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആള് ഒബ്സർവർ, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ മിററിന്റെ നടുവശം മിഡിൽ പോർഷൻ അയാളുടെ അടുത്തും അരികുകൾ അയാളിൽ നിന്നും അകലേക്കാണ്. ഈ ദൂരം കൂടുതലുണ്ട്, എന്നാൽ ഈ ദൂരം കുറവാണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ അരികുകൾ അടുത്തേക്കാണ്, നടുവശം അയാളിൽ നിന്നും അകലേക്കായിട്ടാണ് നിൽക്കുക. അപ്പം ഈ തരം മിററുകളെ, നടുവശം നമ്മളെ ഒബ്സർവറുടെ അടുത്തേക്ക് നിൽക്കുന്ന തരം മിററുകളെ കോൺവെക്സ് മിറർ എന്നും, നടുവശം ഒബ്സർവറിൽ നിന്നും അകലേക്ക് നിൽക്കുന്ന തരം മിററുകളെ കോൺകേവ് മിററുകൾ എന്നും വിളിക്കും. സോ ഇത് it is a representation of a concave mirror and this one is a representation of a convex mirror. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു കോൺകേവ് മിററിന്റെ കേസിൽ റിഫ്ലക്ഷൻ നടക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. ലൈറ്റ് ഒരു റിഫ്ലക്റ്റീവ് സർഫസ് തട്ടിയാൽ തിരിച്ചു വരും എന്നുള്ള കാര്യം നമുക്കറിയാം. തൊട്ട് മുമ്പ് നമ്മൾ പ്ലെയിൻ മിററുകൾക്ക് വേണ്ടിയുള്ള ലോസ് ഓഫ് റിഫ്ലക്ഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, പ്ലെയിൻ മിററുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഈ പറഞ്ഞ സ്ഫെറിക്കൽ മിറേഴ്സ്, കോൺകേവ് മിറേഴ്സിനും നമ്മളിപ്പോൾ മായ്ച്ചു കളഞ്ഞ കോൺവെക്സ് മിറേഴ്സിന്റെ കേസിലും അപ്ലിക്കബിൾ ആണ്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ സ്ഫെറിക്കൽ മിററിന്റെ ഒരു ചെറിയ പോർഷൻ ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. ഇത്രയും ഭാഗം ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ നമ്മളതിൻ്റെ വലിയൊരു ഇമേജ് കിട്ടി, വലിയൊരു ദൃശ്യം നമുക്ക് കിട്ടി. ഇതിനെ വീണ്ടും ഒരു മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട്, ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിലൂടെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ പോർഷൻ ഇനിയും എല്ലാവരിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ പോർഷനാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. അപ്പോൾ വരച്ചിരിക്കുന്നത് AB എന്ന് പറയുന്ന ഈ പോർഷനാണ്. ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ നമുക്ക് AB എന്ന് പറയുന്ന വലിയ പോർഷനായിട്ട് കിട്ടിയത്. ആ വലിയ പോർഷനെ വീണ്ടും ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്ക് A', B' എന്ന് പറയുന്ന പോർഷന്റെ ഇതിനേക്കാൾ എല്ലാതിരായിട്ടുള്ള, ഇയാൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നേക്കാൾ എല്ലാതിരായിട്ടുള്ളൊരു ഈ ഭാഗത്തിന് ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. കണ്ടോ, ഈ ഭാഗത്തിന് കർവേച്ചർ കുറവ്. ഈ ഭാഗം ഓൾമോസ്റ്റ് സ്ട്രേറ്റ് ലൈൻ പോലെ തോന്നുന്നത്. ഇവിടെ അത്ര സ്ട്രേറ്റ് ലൈൻ ആയിരുന്നില്ല. ആ കർവേച്ചർ, ഇവിടെ കർവേച്ചർ ഉണ്ട്, ആ കർവേച്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത്രയും കർവേച്ചറുള്ള പോർഷന്റെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് നമ്മൾ വീണ്ടും മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ അതിന്റെ അത്രയും ഭാഗത്തിന്റെ കർവേച്ചർ കുറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. വീണ്ടും നമ്മൾ ഈ A', B' എന്ന് പറയുന്ന ഇതിനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഇത്രയും വലുതായി കണ്ടത്. ഈ പോർഷനാണ് നമ്മൾ ഇത്രയും വലുതായി കണ്ടത്. ഇതിനകത്തുള്ള പോർഷനെ ഇത്രയും വലുതാക്കി കണ്ടു. ആ വലുതാക്കി കണ്ട പോർഷനിലെ ഒരു ഭാഗത്തിനെ വീണ്ടും ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എല്ലാത്തിലും പോർഷനായിട്ട് കണ്ടു. ഇതിന്റെ ഈ A', B' എന്ന് പറയുന്ന ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഭാഗത്തിന്റെ ചെറിയൊരു ഭാഗം എടുത്ത് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഭാഗത്തിന്, എത്ര ഭാഗത്തിനെ, A', B' എന്ന് പറയുന്ന ഭാഗത്തിനെ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും. അത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ്, ഇതിനേക്കാൾ കർവേച്ചർ കുറവാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഈ ഭാഗത്തിന് നോക്കുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനായി മാറിയിട്ടുണ്ട്. A', B' ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു A' മുതൽ B' വരെയുള്ള ഭാഗം ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ 2 ഡയമെൻഷൻ ആയിട്ട് വരയ്ക്കുന്ന സമയത്ത്. ഇനി ഇത് സ്ഫെറിക്കൽ മിററിന്റെ ഭാഗം അതിന് 2 ഡയമെൻഷൻ ആയിട്ട് മാത്രമല്ല, ഇതിങ്ങനെ കർവ്ഡായിട്ട് കിടക്കുകയാണ്. അപ്പം അതിനെ നമ്മൾ നോക്കുന്ന ഒരു കർവ്ഡ് സർക്കിളിന്റെ പോർഷൻ സ്ട്രേറ്റ് ലൈൻ പോർഷൻ മാതിരിയാണ് തോന്നുന്നെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കിളിന്റെ പോർഷൻ അല്ല, ഒരു സ്ഫിയറിന്റെ പോർഷനാണിത്. സ്ഫിയറിന്റെ പോർഷൻ എന്തായിട്ട് മാറിയിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ അത് ഒരു പ്ലെയിൻ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഭാഗം എത്രമാത്രം ചെറുതാക്കുന്നുവോ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഭാഗം എത്ര ചെറുതെടുക്കുന്നുവോ അതിനനുസരിച്ച് ആ പോർഷന്റെ കർവേച്ചർ കർവേച്ചർ യഥാർത്ഥത്തിൽ കുറയുന്നില്ല, കർവേച്ചർ കുറയുന്ന മാതിരി നമുക്ക് തോന്നും. അതൊരു പ്ലെയിൻ ആയിട്ട് എടുക്കാം. എന്നുവെച്ചാൽ സ്ഫെറിക്കൽ നാച്ചർ അറിയണമെങ്കിൽ, സ്ഫെറിക്കൽ നാച്ചർ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ആ സ്ഫിയർ മുഴുവൻ കാണണം, അല്ലെങ്കിൽ സ്ഫിയറിന്റെ ഒരു കൺസിഡറബിളി ലാർജർ പോർഷൻ നമ്മളുടെ കണ്ണിൽ പെടണം. ആ കൺസിഡറബിളി ലാർജർ പോർഷന്റെ ചെറിയൊരു ഭാഗം മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ കർവേച്ചർ ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എ പ്ലെയിൻ. അതൊരു പ്ലെയിൻ പോലെ തന്നെയാണ് ഉള്ളത്, അതിന്റെ ചെറിയ പോർഷൻ എടുക്കാൻ വെച്ചാൽ. നമുക്കത് വേറെ വിധത്തിൽ നോക്കാം. ഇങ്ങനെ ചെറിയ കുറേ
ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കുറേ പ്ലെയിനുകൾ നമ്മൾ ചെറിയ ആംഗിൾ ചരിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണ് വെച്ചാൽ, ഇങ്ങനെ ചെറിയ ആംഗിൾ ചരിച്ചുകൊണ്ട് വെക്കുകയാണ് വെച്ചാൽ, അപ്പോൾ നോക്കൂ, ഇവിടുന്ന് ഇവിടെ വരച്ചത് പ്ലെയിനാണ്, ഒരു പ്ലെയിനാണ് വരച്ചത്, പിന്നെയും ഒരു പ്ലെയിനാണ് വരച്ചത്. പക്ഷെ ഇവ തമ്മിൽ ചെറിയൊരു ആംഗിൾ ഉണ്ട്, ഒരു ആംഗുലർ സെപ്പറേഷൻ. ഇതിൻ്റെ അതേ ദിശയിലല്ല, ഇങ്ങോട്ടല്ല വരച്ചിരിക്കുന്നത്, ഇതിങ്ങനെ കുറച്ച് ചരിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. വീണ്ടും കുറച്ച് ചരിച്ചടുത്ത വര വരച്ചു, വീണ്ടും ചരിച്ചടുത്ത വര വരച്ചു, വീണ്ടും ചരിച്ചടുത്ത വര വരച്ചു, വീണ്ടും ചരിച്ചടുത്ത വര വരച്ചു. കണ്ടോ, ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് പ്ലെയിനുകളാണ്. സ്ട്രേറ്റുകൾ 2 ഡയമെൻഷനായിട്ട് വരയ്ക്കുമ്പോൾ സ്ട്രേറ്റ് ലൈനുകളാണ്, 3 ഡയമെൻഷനായിട്ട് വരയ്ക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് അവയെല്ലാം പ്ലെയിനുകളാണ്. എന്നാൽ അങ്ങനെയുള്ള പ്ലെയിനുകളെല്ലാം കൂടെ കൂടിച്ചേർന്നപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ വ്യത്യാസമുള്ളൂ, അവ തമ്മിലുള്ള ആംഗിൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചരിവ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവയെല്ലാം കൂടെ കൂടിച്ചേർന്നാൽ ഒരു സ്ഫെറിക്കൽ സർഫസ് ആയിട്ട് മാറും. ഇത് പക്ഷൊരു സ്മൂത്ത് കർവായിട്ട് നമുക്ക് തോന്നാതിരിക്കാൻ കാരണം വലിയ പ്ലെയിനുകളാണ്, 2 ഡയമെൻഷനായിട്ട് പറയുമ്പോൾ വലിയ സ്ട്രേറ്റ് ലൈനുകളാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഓരോ പ്ലെയിനിൻ്റെയും വലിപ്പം വളരെ കുറവാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഈ ഷാർപ്പ് എഡ്ജുകളൊന്നും നമുക്ക് ഈ കൂർത്ത വശങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമുക്കൊരു സ്മൂത്തായിട്ടൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ എനി സ്ഫെറിക്കൽ സർഫസ് ക്യാൻ ബി അസ്യൂംഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് എ സീരീസ് ഓഫ് ടൈനി പ്ലെയിൻ സർഫസസ്. ഏതൊരു സ്ഫെറിക്കൽ സർഫസിനെയും വളരെ ചെറിയ പ്ലെയിൻ സർഫസുകളുടെ ഒരു സീരീസ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. അത് വെറുതെ ഒരു സങ്കല്പമല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഫെറിക്കൽ മിററിൽ ലൈറ്റ് പതിക്കുമ്പോൾ, നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഈ സ്ഫെറിക്കൽ മിററിൽ ഇങ്ങനെ ലൈറ്റ് പതിക്കുന്നതായിട്ട് വരയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കർവ്ഡ് സർഫസിലാണ്, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കർവ്ഡ് സർഫസിലാണ് വരയ്ക്കുന്നതെങ്കിലും ഇപ്പം നമ്മൾ വരച്ച പോലെ വളരെ ചെറിയ പ്ലെയിനുകളായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ വന്ന് പതിക്കുന്ന ലൈറ്റ്, ഇങ്ങനെ പതിച്ച ലൈറ്റ് യഥാർത്ഥത്തിൽ ഒരു പ്ലെയിൻ സർഫസിലാണ് പോയി ഇങ്ങനെ പതിക്കുന്ന ലൈറ്റ് യഥാർത്ഥത്തിൽ ഒരു പ്ലെയിൻ മിററിലാണ് പോയി പതിക്കുന്നത്. സംഗതി ആ പ്ലെയിൻ മിററുകളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു സ്ഫെറിക്കൽ മിററായി മാറുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സ്ഫെറിക്കൽ മിററിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലൈറ്റ് പോയി പതിക്കുമ്പോൾ അതൊരു വളരെ ചെറിയ ഒരു പ്ലെയിൻ മിററിൽ തന്നെയാണ് പതിക്കുന്നത്. അതുകൊണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ വിച്ച് we originally formulated for plane surfaces are equally applicable in the case of spherical surfaces or spherical mirrors. പ്ലെയിൻ സർഫസുകൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ലോസ് ഓഫ് റിഫ്ലക്ഷൻ എല്ലാം തന്നെ സ്ഫെറിക്കൽ മിററുകൾക്കും ഒരു തെറ്റും കൂടാതെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് സ്ഫെറിക്കൽ മിററുകളുടെ കേസിലുള്ള ചില ടേമുകൾ ആണ്. A few terms linked with spherical mirrors. മിററുകൾ കാണിക്കുന്ന പ്രോപ്പർട്ടികൾ പഠിക്കണമെങ്കിൽ ഇനി പറയുന്ന ടേമുകൾ നമുക്ക് നന്നായിട്ട് പരിചയം ഉള്ളവയായിരിക്കണം. അപ്പോൾ അതിൽ ആദ്യത്തെ ടേമാണ് പോൾ ഓഫ് ദി മിറർ. സ്ഫെറിക്കൽ മിററിൻ്റെ പോൾ. ഒരു സ്ഫെറിക്കൽ മിറർ, ഒരു കോൺകേവ് മിറർ ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഫിസിക്സിൽ റേ ഓപ്റ്റിക്സിൽ ഡയഗ്രങ്ങൾ വരയ്ക്കുമ്പോൾ കൺവെൻഷനലി റിഫ്ലക്റ്റിംഗ് സർഫസ് ഇടത്തുവശത്ത് വരുന്ന രീതിയിലാണ് വരയ്ക്കുക. കോട്ടിംഗ് ഒക്കെ വലത്തുവശത്ത്, റിഫ്ലക്റ്റിംഗ് സർഫസ് ഇടത്തുവശത്ത് വരുന്ന രീതിയിൽ. ഇനി ഒരു കോൺവെക്സ് മിറർ ആണെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇടത്തുവശത്ത് വരുന്ന രീതിയിലാണ് വരയ്ക്കുക. അതോടൊപ്പം ഇൻസിഡന്റ് ലൈറ്റ് എപ്പോഴും ഇടത്തു നിന്ന് വലത്തോട്ട് സഞ്ചരിക്കുന്ന രീതിയിലാണ് വരയ്ക്കുക. എന്ന് വെച്ചാൽ ഈ മിററിലേക്ക് ഒരു ലൈറ്റ് സഞ്ചരിക്കുകയാണെന്ന് വെച്ചാൽ അത് ഇടത്തു നിന്ന് വലത്തോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുക. കോൺവെക്സ് മിററിലേക്ക് ലൈറ്റ് പതിക്കുമ്പോൾ അത് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് വരയ്ക്കാറുള്ളത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. നമ്മൾ 2 ഡയമെൻഷനായിട്ട് വരച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഭാഗമായിട്ട് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അത് ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്, 3 ഡയമെൻഷനാണ്. ആ സർഫസിന്, ഈ ഉപരിതലത്തിൽ റിഫ്ലക്റ്റിംഗ് സർഫസിന് ഒരു ജോമെട്രി സെന്റർ ഉണ്ട്. ഇവിടെയായിട്ടൊരു ജോമെട്രി സെന്റർ, റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ജോമെട്രി സെന്റർ. അതേപോലെ ഇവിടെ ഈ കോൺവെക്സ് മിററിന്റെ കേസിൽ ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്, കോൺവെക്സ് ഷേപ്പുള്ള ഉപരിതലത്തിന് ഒരു സെന്റർ ഉണ്ട്. ഈ സെന്ററിനെയാണ് പോൾ ഓഫ് ദി മിറർ എന്ന് വിളിക്കുന്നത്. സോ ദി ജോമെട്രിക് സെന്റർ ഓഫ് ദി സർഫസ് ഓഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കോൾഡ് പോൾ ഓഫ് ദി മിറർ. മിററിന്റെ പോൾ എന്ന് വിളിക്കുന്നത് ഈ സർഫസിന്റെ ജോമെട്രിക് സെന്ററിനെയാണ്. ഇതേപോലെ മറ്റൊരു സെന്റർ കൂടി ഉണ്ട് മിററുകൾക്ക്. അതിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. കർവേച്ചർ എന്ന് പറഞ്ഞാൽ വക്രത, വളവിന്റെ സെന്റർ, വക്രതയുടെ സെന്റർ. അതെന്താന്ന് വെച്ചാൽ
ഏതൊരു മിററും അതൊരു കോൺകേവ് മിറർ ആവട്ടെ കോൺവെക്സ് മിറർ ആവട്ടെ ഒരു സ്ഫിയറിന്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. സ്പെറിക്കൽ മിററിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്പെറിക്കൽ മിററിനെ നമ്മൾ 3 ഡയമെൻഷൻ ആയിട്ട് കംപ്ലീറ്റ് തന്നെ വെച്ചാൽ, അതിനെ റീകൺസ്ട്രക്ട് ചെയ്താൽ 3 ഡയമെൻഷൻ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ സ്ഫിയർ. അതൊരു സ്ഫിയർ ആയിട്ട് മാറും. ആ സ്ഫിയറിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അതേപോലെ ഇവിടെ കോൺകേവ് മിറർ ആണെങ്കിൽ കോൺകേവ് മിററിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ സ്ഫിയർ, ഒരു കംപ്ലീറ്റ് സ്ഫിയറായി മാറും. അതിന്റെ സെന്ററിനെയാണ് കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 2 സെന്റേഴ്സ് ഉണ്ട്. ഒന്ന് മിററിന്റെ സർഫസിന്റെ സെന്റർ വിച്ച് ഈസ് കോൾഡ് പോൾ ഓഫ് ദി മിറർ. രണ്ടാമത്തത് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ ഈസ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. മിറർ ഏത് സ്ഫിയറിന്റെ ഭാഗമായിട്ടാണോ ഉള്ളത് ആ സ്ഫിയറിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ടേം ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അത് എളുപ്പമാണ്, പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താന്നുള്ളത്. ഏത് സ്ഫിയറിന്റെ ഭാഗമാണോ ഈ സ്പെറിക്കൽ മിറർ ആ സ്ഫിയറിന്റെ റേഡിയസിനെയാണ് ഈ കാണിച്ചിരിക്കുന്ന റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് വിളിക്കുന്നത്. അതേപോലെ കോൺവെക്സ് മിററിന്റെ കേസിലും അതിനെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതൊരു സ്ഫിയറായി മാറും. അതിന്റെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് എ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഫോംസ് എ പാർട്ട്. Radius of curvature is the radius of the sphere of which the mirror forms a part. മിറർ ഏത് സ്ഫിയറിന്റെ ഭാഗമാണോ ആ സ്ഫിയറിന്റെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ മിററുമായി ബന്ധപ്പെട്ട 3 ടേമുകളാണ് മനസ്സിലാക്കിയത്. ഒന്ന് പോൾ ഓഫ് ദി മിറർ വിച്ച് ഇസ് എ സെന്റർ ഓഫ് ദി റിഫ്ലക്റ്റിംഗ് സർഫസ്, ജോമെട്രിക് സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. രണ്ടാമത്തത് center of curvature which is the center of the sphere of which this mirror forms a part. മിറർ ഏത് സ്ഫിയറിന്റെ ഭാഗമാണോ ആ സ്ഫിയറാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ സ്ഫിയറിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ C എന്ന് വിളിക്കുന്നത്. സെന്റർ ഓഫ് കർവേച്ചറും മിററിന്റെ സർഫസും തമ്മിലുള്ള ദൂരത്തിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി മിറർ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ, ഇനി മനസ്സിലാക്കാനുള്ളത് പ്രിൻസിപ്പൽ ആക്സിസ്, a straight line connecting pole and the center of curvature. പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രേറ്റ് ലൈനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദി മിറർ എന്ന് വിളിക്കുന്നത്. അതിന് എത്ര നീളമാണെങ്കിലാവാം. പോൾ മുതൽ സെന്റർ ഓഫ് കർവേച്ചർ എന്നുള്ള ലിമിറ്റേഷൻ ഒന്നുമില്ല. പോളിലൂടെയും സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും ഒരേ സമയം കടന്നു പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദി മിറർ എന്ന് വിളിക്കുന്നത്. ഇതേപോലെ തന്നെ ഇത് കോൺവെക്സ് മിററിന്റെ കേസിലും വരയ്ക്കാവുന്നതാണ്. ഇനി ഇവയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള, ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടേമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആ ടേമിൽ നിന്ന് അതിൻ്റെ അടുത്ത ടേമിലേക്ക് എത്തും. ഈ പറയാൻ പോകുന്ന 2 ടേമുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടേമിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോൺകേവ് മിറർ ഉണ്ട്. കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരച്ചു. മിറർ ഏത് സ്ഫിയറിന്റെ ഭാഗമായിരുന്നോ ആ സ്ഫിയർ നമ്മൾ നേരത്തെ ഡോട്ടഡ് ആയിട്ട് വരച്ചിരുന്നു. അതിനിപ്പോൾ മായ്ച്ചു കളഞ്ഞു, അതിൻ്റെ ആവശ്യം ഇനി നമുക്കില്ല. പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് പാരലായിട്ട് ലെഫ്റ്റിൽ നിന്നും മിററിലേക്ക് പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് ഇമാജിൻ ചെയ്യാം. AO എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു റേ ഓഫ് ലൈറ്റ് ആണ്. ഈ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ബിഫോർ ഇൻസിഡൻസ്. ലെൻസിൽ പതിക്കുന്നതിന് മുമ്പായിട്ട് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് ആണ് ഈ റേ ഓഫ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. Now after reflection, such a ray of light will pass through a point on the principal axis. Principal axis ഒരു പോയിന്റ് കൂടെ അത് കടന്നു പോകും. And this reflection obeys all the laws of reflection. എന്തായിരുന്നു laws of reflection? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്. ഇൻസിഡന്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിൽ വേണം. ഇവിടെ നോർമൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെറിക്കൽ സർഫസ് ആണ്. സ്പെറിക്കൽ സർഫസിൽ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന നോർമൽ സെൻട്രൽ കർവേച്ചറോട് കടന്നു പോകും. അപ്പോൾ
ഈ പോയിന്റിലൂടെ സെൻട്രൽ കർവേച്ചറിലൂടെ കടന്നു പോകുന്ന സെൻട്രൽ കർവേച്ചറാണിത്. സെൻട്രൽ കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ നോർമൽ കൂടിയാണ്. ഇത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അതോടൊപ്പം ഇത് ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലേക്ക് വരച്ചിരിക്കുന്ന നോർമൽ കൂടിയാണ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വൽ ആകത്തക്ക രീതിയിലാണ് ആംഗുലർ റിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ നിയമമൊക്കെ അനുസരിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായി പതിക്കുന്ന റേ ഓഫ് ലൈറ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷനൊക്കെ അനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ, റിഫ്ലക്റ്റ് ചെയ്ത് സഞ്ചരിക്കുമ്പോൾ അത് പ്രിൻസിപ്പൽ ആക്സിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യും. ഇനി ഇതേപോലത്തെ രണ്ടാമതൊരു റേ ഓഫ് ലൈറ്റ് എടുക്കുക. ഇങ്ങനെ ഇത്രയും താഴത്തേക്ക് നീട്ടി വരയ്ക്കുന്നില്ല, അത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. തൽക്കാലം നമ്മൾ അത്രയും വരയ്ക്കുന്നില്ല, ഇത്രയേ വരയ്ക്കുന്നു. ഇനി പ്രിൻസിപ്പൽ ആക്സിന്റെ അടിയിലൂടെ പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് മിററിൽ തട്ടിയ മറ്റൊരു റേ ഓഫ് ലൈറ്റ് എടുക്കുക. A', O' ആണ് ഈ സെക്കൻഡ് റേ ഓഫ് ലൈറ്റ്. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ ലോസ് ഓഫ് റിഫ്ലക്ഷനൊക്കെ ഒബേ ചെയ്തുകൊണ്ട് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആയിട്ട് സഞ്ചരിക്കും. അപ്പോൾ അത് ഇങ്ങനെ സഞ്ചരിച്ചും ഇത് നമ്മൾ നോർമൽ വരയ്ക്കുക. നോർമൽ എന്ന് വെച്ചാൽ സെൻട്രൽ കർവേച്ചറിലൂടെ കടന്നു പോകും. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോർമലിൻ്റെ ഇടത്തുവശത്ത് കൂടിയാണ് ലൈറ്റ് സഞ്ചരിക്കുന്നെങ്കിൽ, ഇടത്തുവശത്ത് കൂടിയാണ് ഇൻസിഡൻറ്റ് ലൈറ്റ് സഞ്ചരിക്കുന്നെങ്കിൽ, അല്ല മറ്റേ വശത്ത് നോർമലിൻ്റെ മറ്റേ വശത്ത് കൂടിയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് സഞ്ചരിക്കുക. എന്ത് ഒബേ ചെയ്യുകയും വേണം? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗുലർ റിഫ്ലക്ഷൻ നടത്തിക്കൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിങ്ങനെ പോകും. ഞാൻ ഈ നോർമലൊക്കെ മായ്ച്ചു കളയാണ് ഡയഗ്രത്തിലെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈ റിഫ്ലക്റ്റഡ് റേ ഈ ദിശയിൽ തന്നെ വരയ്ക്കാൻ ഉള്ള കാരണം മനസ്സിലാക്കാനാണ് ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതേപോലെ ഇവിടെ ആംഗിൾ റിഫ്ലക്ഷനും ഒക്കെ അടയാളപ്പെടുത്തിയത്. നോർമലിൻ്റെ ഒരു വശത്തു കൂടിയാണ് റിഫ്ലക്റ്റഡിലെ റേ പതിക്കുന്നെങ്കിൽ മറ്റേ വശത്തു കൂടിയാണ് നോർമലിൻ്റെ ഒരു വശത്തു കൂടിയാണ് ഇൻസിഡൻറ്റ് റേ പതിക്കുന്നെങ്കിൽ നോർമലിൻ്റെ മറ്റേ വശത്തു കൂടിയാണ്, നോർമലിൻ്റെ ഇടത്ത് വശത്തു കൂടിയാണ് ഇൻസിഡൻറ്റ് റേ പതിക്കുന്നെങ്കിൽ നോർമലിൻ്റെ വലത്ത് വശത്തുള്ള പോർഷനിലൂടെയാണ് റിഫ്ലക്റ്റഡ് റേ സഞ്ചരിക്കാന്ന് കാണിക്കാനാണ് ഈ അതോടൊപ്പം ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വൽ ആണ് എന്നൊക്കെ കാണിക്കാനാണ് ഈ നോർമലിലൂടെ വരച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഡിസ്കഷനിൽ ഈ നോർമലിന് വേറെ പങ്കൊന്നുമില്ല, അതുകൊണ്ട് ഞാനത് മായ്ച്ചു കളയാണ്. ഇപ്പം നമുക്ക് രണ്ട് ഇൻസിഡൻറ്റ് റേസ് ഉണ്ട്. ഈ രണ്ട് ഇൻസിഡൻറ്റ് റേസിനും കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും പ്രിൻസിപ്പൽ ആക്സിസിന്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസിന്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, അതിന് സമാന്തരമായിട്ടാണ് രണ്ട് റേസ് ഓഫ് ലൈറ്റും പതിക്കുന്നതിന് മുമ്പായിട്ട് സഞ്ചരിച്ചത്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ദേ ട്രാവൽ ഇൻ അനദർ ഡയറക്ഷൻ, ഈച്ച് ട്രാവൽസ് ഇൻ അനദർ ഡയറക്ഷൻ. ഒരെണ്ണം ഇങ്ങോട്ടും മറ്റൊരെണ്ണം ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ദേ പാസ് ത്രൂ എ പർട്ടിക്കുലർ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇപ്പോൾ രണ്ട് റേസ് ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായ രണ്ട് റേസ് ഓഫ് ലൈറ്റ് വരച്ചപ്പോഴും നമുക്ക് ആ രണ്ടുപേരും റിഫ്ലക്ഷന് ശേഷം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂട്ടിമുട്ടുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഏത് റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് പതിച്ചാലും ആഫ്റ്റർ റിഫ്ലക്ഷൻ ദേ വിൽ പാസ് ത്രൂ ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പർട്ടിക്കുലർ പോയിന്റ് കൂടെ കടന്നു. നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാം. ആഫ്റ്റർ റിഫ്ലക്ഷൻ ദിസ് റേ ഓഫ് ലൈറ്റ് വിൽ പാസ് ത്രൂ ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ഏത് റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് മിററിൽ പതിച്ചാലും റിഫ്ലക്ഷൻ ശേഷം അവയെല്ലാം സഞ്ചരിക്കുന്നത് ഓരോരോ വ്യത്യസ്ത ദിശകളിലാണെങ്കിൽ പോലും അവയ്ക്കെല്ലാം കൂടെ ഒരു കോമൺ മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് കോമൺ മീറ്റിംഗ് പോയിന്റ് ഈസ് കോൾഡ് the principal focus. This common meeting point is called the principal focus of the concave mirror. Concave mirror principal focus എന്നാണ് അതിനെ വിളിക്കുക. അതൊരു റിയൽ പോയിന്റ് ആണ് നമ്മൾ പറയും. എന്തുകൊണ്ടാണ് അതൊരു റിയൽ പോയിന്റ് ആണെന്ന് പറയുന്നത്? ഓപ്റ്റിക്സിൽ ഒരു പോയിന്റ് റിയൽ ആണ് അല്ലെങ്കിൽ റിയൽ അല്ല എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ ഒരു പോയിന്റിലൂടെ റേസ് ഓഫ് ലൈറ്റ് എല്ലാം യഥാർത്ഥത്തിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒരു റിയൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ ഒരു റിയൽ പോയിന്റ് ആണ്. ഇനി നമുക്ക് തൊട്ട് മുമ്പേ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം തന്നെ കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും ഒരേ ഡെഫിനേഷനുകളായിരുന്നു, ഒരുപോലെ ആയിരുന്നു. എന്നാൽ ഇവിടെ വ്യത്യാസമുണ്ട്. പ്രിൻസിപ്പൽ ഫോക്കസ് വരുമ്പോഴത്തേക്ക് അത് കോൺവെക്സ് മിററിന് വ്യത്യസ്തമായ രീതിയിൽ വേറൊരു അപ്രോച്ചിന് നമ്മൾ എടുക്കണം. എന്നാലേ അത് അതായത് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ എന്താണോ അതല്ല പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ, അത് മറ്റൊരു രീതിയിൽ തന്നെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺവെക്സ് മിറർ ഇമാജിൻ ചെയ്യാം. ഈ കോൺവെക്സ് മിററിൻ്റെ പോളാണിത്, അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറാണ് ഇത് എന്ന് വിചാരിക്കാം. ഇതാണ് ഇപ്പോൾ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ്.
പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് പതിക്കുന്നു വിചാരിക്കുക. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് പതിക്കും. നേരത്തെ പോലെ തന്നെ ഈ റേ ഓഫ് ലൈറ്റ് AO ആണെന്ന് വിചാരിക്കും. ഇനി ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോകണം. എങ്ങോട്ടാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക? അതറിയണമെങ്കിൽ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അപ്ലൈ ചെയ്യാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പോയിന്റിലേക്ക് നോർമൽ വരയ്ക്കണം. ഒരു സ്ഫെറിക്കൽ സർഫസിലേക്ക് വരയ്ക്കുന്ന നോർമൽ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് കണ്ടത്. ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സ്ഫെറിക്കൽ സർഫസിലേക്ക് വരയ്ക്കുന്ന നോർമൽ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് കടന്നു പോകുക. അപ്പം അത് സ്ഫിയറുകളുടെ ജോമെട്രിയിലുള്ളതാണ്. നമ്മൾ ഈ നോർമലിനെ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം. സർഫസിൻ്റെ പുറത്തേക്ക് വരച്ചു. സോ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലിൻ്റെ അടിവശത്തു കൂടിയാണ് ഇൻസിഡന്റ് റേ പതിക്കുന്നതെങ്കിൽ അതേ നോർമലിൻ്റെ മുകൾ വശത്തേക്കാണ് റിഫ്ലക്റ്റഡ് റേ വരയ്ക്കേണ്ടത്. അതേപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അതിന് തുല്യമായ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് വേണ്ടത്. അതേപോലെ ഏത് സർഫസിലൂടെയാണ് പതിക്കുന്നത്, നോർമലും ഏത് സർഫസിലാണ് വരച്ചിരിക്കുന്നത്, ഈ രണ്ട് പേരും കിടക്കുന്ന അതേ സർഫസിലൂടെ വേണം റിഫ്ലക്റ്റഡ് റേയും വരയ്ക്കാൻ. അപ്പോൾ നോർമലിൻ്റെ ഇടതുവശത്തു കൂടെ ഇൻസിഡന്റ് റേ പതിച്ചാൽ വലത്തുവശത്തു കൂടെ വേണം റിഫ്ലക്റ്റഡ് ലൈറ്റ് സഞ്ചരിക്കാൻ. അപ്പോൾ ഇതാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഉണ്ടാവുക. സോ ദാറ്റ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ R is equal to ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ. അപ്പം റിഫ്ലക്റ്റഡ് റേ ഏത് ദിശയിൽ സഞ്ചരിക്കുന്നത് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ നോർമലൊക്കെ വരച്ചതിൻ്റെ ഉദ്ദേശം. അതിനെ അവിടെ തന്നെ നിലനിർത്തിയാൽ നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള ഡിസ്കഷനിൽ വേറെ ആൾക്കാരെയും കൂടി ഇതിൽ ചേർത്ത് വേറെ വരകളൊക്കെ വേറെ റേസൊക്കെ വരയ്ക്കാനുള്ളതുകൊണ്ട് ഇത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേഷൻ വരും. അതുകൊണ്ട് അതിനെ മാറ്റി കളയാം. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരാളുടെ കണ്ണ് ആണെന്ന് സങ്കല്പിക്കണം. അപ്പോൾ ഇതാണ് ഒരാളുടെ കണ്ണ് എന്ന് വിചാരിക്കും. കണ്ണിൻ്റെ ലെൻസാണ് ഇതെന്ന് വിചാരിക്കും. ഇത് കോൺവെക്സ് ലെൻസാണ് കണ്ണിലുള്ളത്. ഈ റേ ഓഫ് ലൈറ്റ്, ഇപ്പോൾ ഈ റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് ഇയാളുടെ കണ്ണിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ കണ്ണിലേക്ക് പതിക്കുന്ന സമയത്ത് അയാൾക്ക് ഈ റിഫ്ലക്റ്റഡ് റേ ഓഫ് ലൈറ്റ് വരുന്ന സമയത്ത് അത് ഏത് വസ്തുവിൽ നിന്നാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സോഴ്സ് എന്ന് പറയുന്നത് എയിൽ കിടക്കുന്ന ചെറിയൊരു ബൾബായിരിക്കാം, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ്. അതിൽ നിന്നാണ് ഈ പ്രകാശം സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ വലിയൊരു സോഴ്സിൻ്റെ ഒരു ചെറിയ പോർഷനാണ്, ഒരു പോയിന്റാണ് എ, അവിടെ നിന്ന് വരുന്ന ലൈറ്റാണ് കാണുന്നത്. അപ്പോൾ ഇയാൾ എന്താ കാണുന്നത് വെച്ചാൽ ഇയാൾ ആ വസ്തുവിൻ്റെ ഈ സോഴ്സ് പോയിന്റിനെ ഇയാൾക്ക് കാണാൻ പറ്റും. കാരണം അതിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് ഉണ്ട്. ഒരു വസ്തുവിനെ നമ്മൾ എന്തുകൊണ്ട് എപ്പോഴാണ് കാണുന്നത്? ആ വസ്തുവിൽ നിന്നുള്ള റേ ഓഫ് ലൈറ്റ് നമ്മളുടെ കണ്ണ് പതിക്കുമ്പോഴാണ് തലച്ചോറ് നമുക്ക് അയാളെ കാണുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കി തരുന്നത്. അപ്പം ഈ റേ ഓഫ് ലൈറ്റ് ഇയാളുടെ കണ്ണ് പതിക്കുന്ന സമയത്ത് ഇയാളുടെ തലച്ചോറ് ഒരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കും, ഒരു കാഴ്ച ഉണ്ടാക്കി കൊടുക്കും. എന്തിൻ്റെ കാഴ്ച? ഈ റേ ഓഫ് ലൈറ്റ് എവിടെ നിന്നാണോ വരുന്നത്, ഏത് വസ്തുവിൽ നിന്നാണോ വരുന്നത്, അയാളുടെ ഒരു കാഴ്ച ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ആ വസ്തു എവിടെ കിടക്കുന്നതായിട്ടാണ് തോന്നുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിലേക്ക് ഏത് ദിശയിലാണോ ആ വസ്തുവിൽ നിന്നുള്ള പ്രകാശം എത്തിച്ചേർന്നത്, കണ്ണിലേക്ക് ഈ ദിശയിലാണ് ആ വസ്തുവിൽ നിന്നുള്ള പ്രകാശം എത്തിച്ചേർന്നത്. ഏത് ദിശയിലാണോ കണ്ണിലേക്ക് ആ വസ്തുവിൽ നിന്നുള്ള പ്രകാശം സഞ്ചരിച്ച് എത്തിച്ചേർന്നത്, ഏത് ദിശയിലൂടെയാണോ ഏത് ഡയറക്ഷനിലൂടെയാണോ എത്തിച്ചേർന്നത്, ആ ദിശയിൽ എവിടെയോ, ആ ഡയറക്ഷനിൽ എവിടെയോ, അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ എവിടെയോ ആണ് ഈ വസ്തു കിടക്കുന്നത് എന്നുള്ള തോന്നലാണ് നമുക്കുണ്ടാവുക. അല്ലാതെ വസ്തു ഇവിടെ കിടക്കുന്നുള്ള തോന്നലല്ല ഉണ്ടാവുക. എവിടെയാണോ ഏത് ദിശയിലാണോ കണ്ണിലേക്ക് വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് സഞ്ചരിച്ചെത്തിയത് ആ ദിശയിൽ എവിടെയോ, എന്നെ നമ്മൾ നീട്ടി വരച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെയോ ആണ് ആ വസ്തു കിടക്കുന്നത് എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് വരിക. എന്ന് വെച്ചാൽ ഈ റേ ഓഫ് ലൈറ്റ് ഇയാൾക്ക് തോന്നുക ഈ ദിശയിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ചെത്തിയ മാതിരിയാണ് തോന്നുക. അല്ലാതെ ഈ വളവൊന്നും ഇങ്ങനെ പോയി ഇവിടെ തട്ടിയിട്ട് ദിശ മാറിയിട്ടുണ്ട് എന്നുള്ള തോന്നലൊന്നും നമ്മളുടെ കണ്ണിന് തലച്ചോറിനും സെൻസ് ചെയ്യാനുള്ള കഴിയില്ല. തലച്ചോറ് നമുക്കൊരു വസ്തുവിനെ കാണിച്ചു തരും. അത് എവിടെയുള്ളതായിട്ടാണ് തോന്നുക? നമ്മളെ കണ്ണിലേക്ക് ഏത് ദിശയിലാണോ ലൈറ്റ് വന്നത് ആ ദിശയിൽ എവിടെയോ ആണ് ഈ ലൈറ്റിന് കാരണക്കാരനായ ലൈറ്റ് പുറപ്പെടുന്ന വസ്തു ഉള്ളത് എന്നുള്ള തോന്നലാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഈ ഡോട്ടഡ് ലൈനിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ വരയുടെ മുകളിൽ എവിടെ വേണമെങ്കിലും ആകാം സോഴ്സ് ഓഫ് ഈ ലൈറ്റ്. നമുക്കുണ്ടാവുന്ന ഫീലിംഗ് അങ്ങനെയായിരിക്കും. ഇനി ഇതേപോലെ രണ്ടാമത് റേ ഓഫ് ലൈറ്റ്, ഈ വരച്ച പോലെ
രണ്ടാമത് റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് മിററിൽ പതിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇതും ഏത് ദിശയിൽ സഞ്ചരിക്കുന്നു അറിയാനായിട്ട്, ഈ റിഫ്ലക്ഷന് ശേഷം ഏത് ദിശയിൽ സഞ്ചരിക്കുന്നു അറിയാനായിട്ട് നമ്മൾ നോർമൽ വരയ്ക്കണം. നോർമൽ വരയ്ക്കാന്ന് വെച്ചാൽ എന്തിലൂടെയാണ് നോർമൽ കടന്നു പോവുക? സെൻട്രൽ കർവേച്ചറിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് നോർമലിൻ്റെ മുകളിലൂടെയാണ് എത്തിച്ചേർന്നെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റിൽ നോർമലിൻ്റെ അടിയിൽ കൂടി, റിഫ്ലക്റ്റഡ് ലൈറ്റ് നോർമലിൻ്റെ അടിവശത്ത് കൂടിയാണ് സഞ്ചരിക്കുക, ഇങ്ങോട്ടാണ് സഞ്ചരിക്കുക. അതോടൊപ്പം തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുകയുമാണ്. ഓക്കെ, അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഏത് ദിശയിൽ വരുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ നോർമലിൽ വരച്ചത്. അത് അവിടെ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേഷൻ ആവും. അതുകൊണ്ട് നമ്മൾ അതിനെ മായ്ച്ചു കളയാണ്. ഓക്കെ, ഇയാളുടെ കണ്ണ് ഈ പറയുന്ന റേ ഓഫ് ലൈറ്റിനെയും കൂടി ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ളതാണെങ്കിൽ, ഞാൻ വരച്ച കണ്ണ് കുറച്ച് ചെറുതായിപ്പോയി. ഈ ഒബ്സർവറുടെ കണ്ണ് നമ്മളിപ്പോൾ വരച്ച റേ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള, ഇയാളുടെ കണ്ണിലേക്ക് ഈ റേ കൂടി എത്തിച്ചേർന്നില്ലേ, ഈ റേ കൂടി സ്വീകരിക്കാൻ മാത്രം ഇയാളുടെ കണ്ണിന് വലിപ്പമുണ്ടെങ്കിൽ അയാൾ നേരത്തെ വസ്തുവിൻ്റെ ഈ അടുത്ത വശത്ത് കിടക്കുന്ന ലൈറ്റിനെയൊക്കെ പുറപ്പെടുവിക്കുന്ന ഓബ്ജക്റ്റിലും പുറപ്പെടുന്ന മറ്റൊരു റേ കൂടി അയാളുടെ കണ്ണിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ അത് വ്യത്യസ്തമായ ദിശയിലൂടെയാണ് അയാളുടെ കണ്ണിലേക്ക് എത്തിയത്. ഈ റേ ഓഫ് ലൈറ്റ് എവിടുന്ന് വരുമെന്ന് ഉള്ള ഫീലിംഗ് ആണ് തലച്ചോറ് നമുക്ക് ഉണ്ടാക്കി തരിക. ഈ വര നീട്ടി വരയ്ക്കുക. ഇത് നീട്ടി വരച്ചാൽ കിട്ടുന്ന വരയുടെ മുകളിൽ എവിടെ നിന്നോ ആണ് ഈ റേ ഓഫ് ലൈറ്റ് കണ്ണിലേക്ക് പതിച്ചത് എന്നാണ് അയാൾക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ വസ്തുവിൽ നിന്നുള്ള 2 റേസ് ഓഫ് ലൈറ്റ് ഇയാളുടെ കണ്ണിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒന്ന് ഈ ദിശയിലെത്തി, മറ്റൊന്ന് ഈ ദിശയിലെത്തി. ഈ ദിശയിൽ മാത്രമാണ് ലൈറ്റ് എത്തിച്ചേരുന്നെങ്കിൽ ഈ ദിശയിലുള്ള ഏത് പോയിന്റിൽ നിന്നാണ് ഈ ലൈറ്റ് എത്തിച്ചേർന്നത് കൃത്യമായിട്ട് അയാൾക്ക് പറയാൻ പറ്റില്ല. ഈ റേ ഓഫ് ലൈറ്റ് മാത്രമാണ് കണ്ണിലേക്ക് എത്തുന്നതെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ലൈന്, അതേപോലെ അതിൻ്റെ ശേഷം വരച്ച ഡോട്ടഡ് ലൈൻ, അവിടെയൊക്കെ കുറേ ആ വരയുടെ മുകളിൽ കുറേ പോയിന്റുകളുണ്ട്. അതിൽ ഏതിൽ നിന്നാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ 2 എണ്ണം ഒരേ സമയത്ത് എത്തുമ്പോൾ ഒരു കാര്യം ക്ലിയറാണ്. ഈ വരയ്ക്കും കോമൺ ആയിട്ടൊരു സോഴ്സ് ഉണ്ട്. അത് ഈ പോയിന്റാണ്. എന്ന് വെച്ചാൽ ഇയാൾക്ക് തോന്നുക ഈ റേയും ഒക്കെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് കണ്ണിലേക്ക് എത്തിയത് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. നമ്മളിനി വേറൊരു റേ ഓഫ് ലൈറ്റ് വരയ്ക്കാനിരിക്കുക. പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് മിററിൽ പതിക്കുന്ന വേറൊരു റേ ഓഫ് ലൈറ്റാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നതായിരിക്കും. ഇത് റിഫ്ലക്ഷന് ശേഷം ഇയാളുടെ കണ്ണിലേക്ക് എത്തിച്ചേരുക. ഇത് റിഫ്ലക്ഷന് ശേഷം ഇയാളുടെ കണ്ണിലേക്ക് ഇങ്ങനെ എത്തിച്ചേരും. ഈ റേ ഓഫ് ലൈറ്റ് എവിടെ നിന്നും വരുന്ന ഒരു തോന്നലാണ് ഇയാൾക്ക് ഉണ്ടാവുക. ഇത് മാത്രമാണെങ്കിൽ ഇതിനെ പിന്നോട്ട് നീട്ടി വരയ്ക്കാം. ഈ പുതുതായിട്ട് വരച്ചിരിക്കുന്ന ഈ റേ ഓഫ് ലൈറ്റ് മാത്രമാണ് പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് പതിക്കുന്നതെങ്കിൽ അത് റിഫ്ലക്ഷന് ശേഷം ഈ ഡോട്ടർ ലൈനിൻ്റെ മുകളിലത്തെ ഒരു പോയിന്റിന് വരുന്നതായിട്ട് തോന്നും. അതോടൊപ്പം നേരത്തെയുള്ള 2 പേരും കൂടി ഇപ്പോഴും ഉണ്ടെങ്കിലോ ഈ 3 പേരും ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വരുന്നൊരു ഫീലിംഗ് അയാൾക്ക് വരും. ഇനി വേറൊരു റേ ഓഫ് ലൈറ്റ് താഴെ കൂടെ പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് മിററിൽ പതിക്കുന്നതിനായിരിക്കും. പ്രിൻസിപ്പൽ ആക്സിന് സമാന്തരമായിട്ട് മിററിലേക്ക് എത്തുന്നതായിരിക്കും. ഈ റേ ഓഫ് ലൈറ്റ് റിഫ്ലക്ഷന് ശേഷം ഇങ്ങനെയൊരു ദിശയിൽ സഞ്ചരിക്കും. ഇവിടുന്ന് ഇങ്ങനെയൊരു ദിശയിൽ സഞ്ചരിക്കും. അപ്പോൾ അത് അയാളുടെ കണ്ണിൽ പതിക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നും ഈ റേ ഓഫ് ലൈറ്റ് വന്നത് ഇങ്ങനെയുള്ള നീട്ടിയാൽ കിട്ടുന്ന ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ മുകളിലത്തെ ഒരു പോയിന്റിൽ നിന്ന് വന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ 4 വരച്ച റിഫ്ലക്റ്റഡ് ലൈറ്റും ഇതിനെയും കൂടെ ഒരുമിച്ച് ഒബ്സർവർ റിസീവ് ചെയ്യുന്ന സമയത്ത് അയാൾക്കുണ്ടാവുന്ന തോന്നൽ, അയാളുടെ തലച്ചോറ് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തോന്നൽ, ഈ 4 റേസ് ഓഫ് ലൈറ്റും 1 2 3 4 റേസ് ഓഫ് ലൈറ്റും മിററിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നുമാണ് വന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദി കോൺവെക്സ് മിറർ. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ഒരു റിയൽ പോയിന്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺകേവ് മിററിൻ്റെ കേസിലെ പോലെ റിഫ്ലക്ഷന് ശേഷം റേസ് ഓഫ് ലൈറ്റ് ആ പോയിന്റിലേക്ക് എത്തിച്ചേരുന്നില്ല. ആ പോയിന്റിൽ നിന്നും റേസ് ഓഫ് ലൈറ്റ് എല്ലാം കണ്ണിലേക്ക് വരുന്നതായിട്ടുള്ളൊരു തോന്നൽ മാത്രമാണ് ഉണ്ടാകുന്നത്. അതൊരു തോന്നൽ മാത്രമാണ്, റിയാലിറ്റി അല്ല. ഒരു വെർച്വൽ പോയിന്റ് ആണെന്നും പറയും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ ഫോക്കസിൽ ബാക്കിയുള്ള ടേമുകളൊക്കെ 2 മിററുകൾക്കും കോമൺ ആയിട്ട് ഒറ്റ ഡെഫിനേഷൻ മതിയെങ്കിൽ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്
കോൺവെക്സ് മിററിൻ്റെ പോൾ കോൺകേവ് മിററിൻ്റെ പോൾ എന്ന് വ്യത്യസ്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല. റേഡിയസ് ഓഫ് കർവേച്ചർ ചോദിച്ചാലും സെൻറ്റർ ഓഫ് കർവേച്ചർ ചോദിച്ചാലും പ്രിൻസിപ്പൽ ആക്സിസ് ചോദിച്ചാലും ഒന്നും ഈ രണ്ട് മുറികൾക്കും വെവ്വേറെ ഡെഫിനിഷനുകളല്ല. എന്നാൽ പ്രിൻസിപ്പൽ ഫോക്കസ് വരുമ്പോൾ അത് അങ്ങനെയല്ല. ഇത് കോൺവെക്സ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നും കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നും വ്യത്യസ്തമായി തന്നെ പറയണം. ആ ഡിഫറൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്തിനെ സ്മോൾ എഫ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റിപ്രസെന്റ് ചെയ്യുക. ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. പോളിൽ നിന്നും പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരത്തിന്. ഇപ്പം ഞാനിവിടെ പ്രിൻസിപ്പൽ ഫോക്കസ് മാത്രമായിട്ട് ബാക്കി റേസ് ഓഫ് ലൈറ്റ് എല്ലാം മായ്ച്ച കളയാണ്. പ്രിൻസിപ്പൽ ഫോക്കസ് മാത്രം ഇവിടെ വയ്ക്കാം. പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനും ഇടയിലുള്ള ഈ ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ എന്ന് വിളിക്കുന്നത്. അത് കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും വേറെ വേറെ പറയേണ്ട ആവശ്യമില്ല. പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനിടയിൽ ഇവിടെയും ഒരു ദൂരമുണ്ട്. പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനിടയിൽ എഫാണ്. പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനിടയിൽ ഇവിടെയും ഒരു ദൂരമുണ്ട്. ഈ ദൂരത്തിനെയാണ് പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലുള്ള ഈ ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്റ്റൻസ് അളക്കുന്ന സമയത്ത് എപ്പോഴും നമുക്കൊരു ഒറിജിൻ ഓഫ് മെഷർമെന്റ് ഉണ്ടാവും. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ പറയുന്ന സമയത്ത് എക്സ് ആക്സിസിലെ ദൂരം അളക്കുന്നത് എക്സ് ആക്സിസിൽ 0-ൽ നിന്നുമാണ്. നമ്മളിങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വരച്ചു. എക്സ് ആക്സിൽ 0 ഉണ്ട് ഇവിടെ, ഇത് വൈ ആക്സിസിൽ 0 മിക്കവാറും അതേ പോയിന്റ് തന്നെയാണ് വരയ്ക്കുക. ഇതിവിടെ 1, 2 എന്നൊക്കെ എഴുതാറുണ്ട്. ഇവിടെ 3 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത് എക്സ് ആക്സിസിൽ 0-ൽ നിന്നും 3 സെൻറ്റിമീറ്റർ ദൂരെ കിടക്കുന്ന പോയിന്റാണിത്. എവിടുന്നാ ദൂരം അളക്കാൻ തുടങ്ങുന്നത്? എക്സ് ആക്സിസിൽ 0-ൽ നിന്നാണ്. അതിനെ എക്സ് ആക്സിസിന്റെ ഒറിജിൻ എന്ന് വിളിക്കും, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നർത്ഥം. അതായത് ഏതൊരു മെഷർമെന്റിൽ ഡിസ്റ്റൻസ് എപ്പോൾ നമ്മൾ അളക്കുമ്പോഴും അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നുള്ള ദൂരം എന്നാണ് നമ്മൾ പറയും. ഏത് പർട്ടിക്കുലർ പോയിന്റിൽ നിന്നുള്ള ആണോ നമ്മൾ ദൂരം അളക്കാൻ തുടങ്ങുന്നത് അതിനെയാണ് ഒറിജിൻ ഓഫ് മെഷർമെന്റ് എന്ന് വിളിക്കുന്നത്. ഒറിജിൻ ഓഫ് മെഷർമെന്റ്. മിററുകളുടെ കേസിൽ പല പോയിന്റുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു. സെൻട്രോ കർവേച്ചറിനുള്ള പോയിന്റ് കണ്ടു, പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ള പോയിന്റ് കണ്ടു, പോൾ എന്നുള്ള പോയിന്റൊക്കെ കണ്ടു. ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വേറെയും ചില പോയിന്റുകൾ നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. എവിടെ നിന്നാണ് ഡിസ്റ്റൻസ് അളക്കേണ്ടത്? ഉദാഹരണത്തിന് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും പോളിലേക്കുള്ള ദൂരം എന്നാണോ പറയേണ്ടത്, അതോ പോളിൽ നിന്നും പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരം എന്നാണോ പറയേണ്ടത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാൽ സെൻട്രോ കർവേച്ചറിൽ നിന്നും പോളിലേക്കുള്ള ദൂരം എന്നാണോ പറയേണ്ടത്, അതോ പോളിൽ നിന്നും സെൻട്രോ കർവേച്ചറിലേക്കുള്ള ദൂരം എന്നാണോ പറയേണ്ടത്? നമുക്ക് തോന്നും സെൻട്രോ കർവേച്ചറിന് പോളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാലും പോളിൽ നിന്ന് സെൻട്രോ കർവേച്ചറിലേക്ക് ദൂരം എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ? വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സെൻട്രോ കർവേച്ചറിന് പോളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വലത്തോട്ടാണ് അളക്കേണ്ടത്. പോളിൽ നിന്ന് സെൻട്രോ കർവേച്ചർ എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് ഇടത്തോട്ടാണ് അളക്കേണ്ടത്. വലത്തോട്ട് അളക്കുന്ന ദൂരം പോസിറ്റീവും ഇടത്തോട്ട് അളക്കുന്ന ദൂരം നെഗറ്റീവും എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരാൾ പോസിറ്റീവ് ഡിസ്റ്റൻസ് മറ്റേ ആൾ അതേ ദൂരത്തിന് നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ഐക്യം ഉണ്ടാവില്ല. അവരുടെ ഡെറിവേഷനുകളിലൊക്കെ സൈനിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് മിററിൻ്റെ കേസിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ എവിടുന്ന് ദൂരം അളക്കുന്നു എന്നുള്ളതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ച് പോൾ ഈസ് ദ ഒറിജിൻ ഓഫ് മെഷർമെന്റ്. പോളിൽ നിന്ന് ദൂരം അളക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്താ വെച്ചാൽ ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു ദ സെൻട്രോ കർവേച്ചർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആവട്ടെ അല്ലെങ്കിൽ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ആവട്ടെ അത് നെഗറ്റീവാണ്. കാരണം പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസ് ഇടത്തുവശത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇടത്തുവശത്ത് കിടക്കുന്ന സമയത്ത് ഇടത്തോട്ടാണ് അളക്കുന്നതെങ്കിൽ പോളാണ് ഒറിജിൻ എങ്കിൽ നമ്മൾ ഇടത്തോട്ടാണ് അളക്കുന്നത്. പോളിൽ നിന്ന് ഇടത്തോട്ട് അളക്കുന്നത് കൊണ്ട് ഇത് നെഗറ്റീവാണ്. നിങ്ങൾക്കറിയാം എക്സ് ആക്സിസ് നമ്മൾ വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു ആക്സിസ് വരച്ചിട്ട് 0-ൽ നിന്ന് ഇടത്തോട്ട് അളക്കുന്ന അളവുകൾ നെഗറ്റീവും 0-ൽ നിന്ന് വലത്തോട്ട് അളക്കുന്ന അളവുകൾ പോസിറ്റീവുമാണ്. അപ്പോൾ ഇതനുസരിച്ച് പോളാണ് ഒറിജിൻ ഓഫ് മെഷർമെന്റ് എങ്കിൽ കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും ഒക്കെ നെഗറ്റീവാണ്. ഇനി കോൺവെക്സ് ലെൻസിന്റെ കേസിലേക്ക് വന്നാലോ? കോൺവെക്സ് ലെൻസിന്റെ കേസിൽ പോളിൽ നിന്നും വലത്തോട്ടാണ് പ്രിൻസിപ്പൽ ഫോക്കസ് കിടക്കുന്നത്. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് വലത്തോട്ടാണ് അളക്കുന്നത്, പോസിറ്റീവാണ്.
സിമിലർ റേഡിയസ് ഓഫ് കർവേച്ചറും വലത്തോട്ടാണ് അളക്കുന്നത് പോസിറ്റീവാണ്.